ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ക്യാൻസർ, ഹൃദയസ്തംഭനം, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളാൽ ഉണ്ടാകുന്ന മരണനിരക്ക് കുറഞ്ഞുവരുമ്പോൾ ഇന്ത്യയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലമുള്ള മരണനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ ജേണലായ ദി ലാൻസെറ്റ് പ്രസിദ്ധീകരിച്ച പുതിയ റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇംപീരിയൽ കോളേജ് ലണ്ടനിലെ ഗവേഷകർ ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ 185 രാജ്യങ്ങളിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനത്തിലാണ് ഈ വിവരം പുറത്തുവന്നത്. പഠനത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളിൽ ഹൃദ്രോഗവും പ്രമേഹവും മൂലമുള്ള അപകടസാധ്യത വ്യക്തമായി ഉയർന്നതായി പറയുന്നു. ആഗോളമായി നോക്കുമ്പോൾ 60% രാജ്യങ്ങളിലും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ഉണ്ടാകുന്ന മരണനിരക്ക് കുറയുന്നതിൽ പുരോഗതി മന്ദഗതിയിലാണെന്ന് കണ്ടെത്തി. കണക്കുകൾ പ്രകാരം ലോകത്തെ ഏകദേശം 2 രാജ്യങ്ങളിലും 2010 മുതൽ 2019 വരെ കാലയളവിൽ പുരോഗതി നിലച്ചുപോയോ ചിലയിടങ്ങളിൽ പിന്നോട്ടുപോയോ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, തുടക്കത്തിൽ ചൈനയിൽ ഇത്തരം രോഗങ്ങളാൽ മരണനിരക്ക് കൂടുതലായിരുന്നുവെങ്കിലും പിന്നീട് പുകവലിയും വായുമലിനീകരണവും നിയന്ത്രണവിധേയമാക്കിയതോടെ അവിടെ വലിയ കുറവ് രേഖപ്പെടുത്തി. ജപ്പാനും ദക്ഷിണ കൊറിയയും ഇതേ രീതിയിൽ മികച്ച പുരോഗതി കൈവരിച്ചു. ലോകവ്യാപകമായി വിവിധ തരത്തിലുള്ള ക്യാൻസറുകളാൽ ഉണ്ടാകുന്ന മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഡിമെൻഷ്യ, ന്യൂറോസൈക്യാട്രിക് രോഗങ്ങൾ, കരൾ ക്യാൻസർ, പാൻക്രിയാസ് അർബുദം തുടങ്ങിയവ മൂലമുള്ള മരണനിരക്ക് കൂടിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.